എന്താണ് പരീക്ഷ? നാം പരീക്ഷയെ ഭയക്കേണ്ടതുണ്ടോ? ഈ പരീക്ഷ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നാം പരീക്ഷ എഴുതി, പലതരത്തിലുള്ള പരീക്ഷകൾ നടന്നിട്ടുണ്ട്. ആ പരീക്ഷകളെല്ലാം കഴിയുന്ന സമയത്ത് നാം അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ പാഠ്യ പദ്ധതിയിൽ നിന്നുകൊണ്ട്, ആ നിശ്ചിത സിലബസിൽ നിന്നുകൊണ്ട് നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനുള്ള ഉത്തരം നമ്മൾ പരീക്ഷാ പേപ്പറിലേക്ക് പകർത്തുന്നു. നമുക്കൊരു മാർക്ക് വരുന്നു. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നു. ഞാനിതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ നടന്ന നമ്മുടെ വെബിനാറിൽ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. കാട്ടിൽ രണ്ട് മൃഗങ്ങൾ ഓടുന്നു. ഒന്ന് മാൻ ഓടുന്നു, അതിൻ്റെ പുറകെ പുലിയും ഓടുന്നു. അപ്പോൾ ഈ രണ്ട് മൃഗങ്ങളും ഒരേപോലെ ഓടുകയാണ്. മാനും ഓടുന്നു, പുലിയും ഓടുന്നു. അപ്പോൾ രണ്ടുപേരെ സംബന്ധിച്ചും ഓടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിൽ ആരിൻ്റെ ഓട്ടമാണ് ഏറ്റവും പ്രാധാന്യം, അല്ലെങ്കിൽ ആരുടെ ഓട്ടത്തിനാണ് പ്രാധാന്യം? അങ്ങനെ വരുന്ന സമയത്ത് രണ്ടു പേരുടെ ഓട്ടത്തിനും പ്രാധാന്യമുണ്ട്. കാരണം മാനും ഓടുന്നു, പുലിയും ഓടുന്നു. മാൻ ഓടുന്നത് തൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് ഈ പുലി ഓടുന്നത് തൻ്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം മാനെ സംബന്ധിച്ച് ആ ഓട്ടം നിർബന്ധമായും ഓടിയേ തീരൂ. അത് എവിടെയെങ്കിലും പിഴച്ചാൽ, എവിടെയെങ്കിലും ഒന്ന് സ്ലോ ആയാൽ മാനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ എന്നേക്കുമായിട്ട് നഷ്ടമാകും. പക്ഷെ പുലിയെ സംബന്ധിച്ച് അങ്ങനല്ല. പുലിയുടെ ഓട്ടത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു പാളിച്ച പറ്റി പുലിക്ക് മാനിനെ പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ പുലിയെ സംബന്ധിച്ച് സംഭവിക്കുന്നത് പുലിക്ക് ഒരു നേരത്തെ ഭക്ഷണം നഷ്ടമാകുന്നത് മാത്രമാണ്. പക്ഷെ മാനെ സംബന്ധിച്ചോ, മാൻ കൃത്യമായിട്ട് ഓടിയില്ല എങ്കിൽ മാന് സംഭവിക്കുന്നത് മാൻ്റെ ജീവൻ എന്നേക്കുമായിട്ട് നഷ്ടമാകും. അപ്പോൾ ആ ഓട്ടത്തിന് പ്രാധാന്യമുണ്ട്. നമ്മൾ മാനും ഓടുന്നു, പുലിയും ഓടുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഓടുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നുള്ളതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. മാനും ഓടിയേ തീരൂ, പുലിയും ഓടിയേ തീരൂ. മാൻ ഓടുന്നത് തൻ്റെ ജീവൻ സംരക്ഷിക്കാനാണ്. അതിലൊരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ആ മാന് പിന്നെ ജീവിതം ഇല്ല. പക്ഷെ പുലിയെ സംബന്ധിച്ച് അങ്ങനല്ല. പുലി ഓടുന്നത് തൻ്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മാനും പുലിയും ഓടുന്നത്, രണ്ടും ഓടുന്നു. അവരുടെ വേഗത കുറയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ പരീക്ഷ എന്നുള്ളത് ഈ ഒരു വർഷം, ഈ അക്കാഡമിക് ഇയറിൽ നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള, ട്യൂഷന് പോയി പഠിച്ചിട്ടുള്ള, ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും പഠിച്ചിട്ടുള്ള, ഗൈഡിലൂടെ പഠിച്ചിട്ടുള്ള, നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ആ സിലബസിൽ നിന്നും നമ്മൾ എന്ത് പഠിച്ചു, എന്ത് മനസ്സിലാക്കി എന്നുള്ളത് നാം പരീക്ഷ പേപ്പറുടെ രൂപത്തിൽ നമ്മളോട് കൊടുക്കാം. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പരീക്ഷ പേപ്പർ നോക്കുന്ന, വാല്യൂ ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾ എത്രത്തോളം ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് എത്രമാത്രം ആഴത്തിലുള്ള അറിവുണ്ട്, ആ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കൊടുക്കുന്ന സമയത്ത് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനാണ് അവിടെ ഈ പരീക്ഷ നടത്തുന്നത്. പരീക്ഷ എന്നുള്ളത് ഒരിക്കലും നമ്മളെ തളർത്താനുള്ളതല്ല. ആ പരീക്ഷ എന്നുള്ളത് നമ്മളെ ഒരിക്കലും തളർത്തി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല പരീക്ഷ നടത്തുന്നത്. മറിച്ച് പരീക്ഷ നടത്തുന്നത് നമ്മളെ അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കാൻ നമ്മളതിന് ഫിറ്റാണോ എന്നറിയാനാണ്. ഒന്നാം ക്ലാസ്സിൽ പഠിച്ച വിഷയങ്ങളെല്ലാം നമ്മൾ രണ്ടാം ക്ലാസ്സിൽ വരുമ്പോൾ പഠിക്കുന്നത്. രണ്ടാം ക്ലാസ്സിൽ വീണ്ടും കുറച്ച് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. പക്ഷെ ഒന്നാം ക്ലാസ്സിൽ ആ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ രണ്ടാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് നമുക്ക് ശരി ഉത്തരം പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലേക്ക് പോകുന്നതും. പക്ഷെ ഇന്നത്തെ പാഠ്യപദ്ധതി അതല്ല കേട്ടോ. നമുക്ക് എല്ലാവരും ജയിപ്പിച്ചു വിടണം എന്നുള്ളതാണ്. പക്ഷേ നമ്മളിങ്ങനെ കേവലം ജയിച്ച് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. വെറുതെ നമ്മളിങ്ങനെ പാസ്സായി പോകുന്നൊരു കാര്യമില്ല. പക്ഷെ നമ്മൾ കൃത്യമായി പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഈ SSLC, +1, +2 ഈ പരീക്ഷകൾ നടക്കുന്ന സമയത്ത് വളരെയേറെ പ്രാധാന്യമുണ്ട്. 10ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നാം ഇത്തവണ വാങ്ങിക്കുന്ന A+കളുടെ എണ്ണം നാം +1 ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ +1 നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, നാം എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഏതാണ് എന്നതിനെ സ്വാധീനിക്കുന്നത് നമ്മൾ വാങ്ങിക്കുന്ന ഈ A+കളുടെ എണ്ണമാണ്. അതേപോലെ തന്നെ നമ്മൾ +1 എത്തുന്ന സമയത്ത് നമുക്ക് ഡബിൾ പാസ് ആവാനുള്ള അവസരമുണ്ട്. +1 തന്നെ നമുക്ക് വേണമെങ്കിൽ +2 കൂടി പാസ്സാകത്തക്ക വിധത്തിൽ നന്നായി പഠിച്ച് നമ്മൾ നല്ല മാർക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡബിൾ പാസ്സാണ്. +2 എത്തുന്ന സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് മാർക്ക് കുറയുകയോ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ വ്യക്തി പാസ്സാവുന്നൊരവസ്ഥ.
അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമായിട്ടും +1 കൂടുതൽ മാർക്ക് വാങ്ങിച്ചാലും +2 നിർബന്ധമായിട്ട് പരീക്ഷ എഴുതണം, പാസ്സാവണം. അപ്പോൾ മാത്രമേ നമുക്ക് മാർക്കുകൾ ആഡ് ഓൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഹയർ കോഴ്സുകളിലേക്ക് പോകാൻ അത് സഹായിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണെങ്കിലും +1-ലാണെങ്കിലും +2-ലാണെങ്കിലും വാങ്ങിക്കുന്ന മാർക്കുകൾ അടുത്ത ഘട്ടത്തിലേക്കുള്ള നമുക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നു എന്ന് മാത്രം. ജീവിതകാലം മുഴുവനും ഇത് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. നമുക്ക് മുഴുവനും നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് അന്ന് ആ പരീക്ഷ എഴുതുന്നു, അന്ന് 210 മാർക്കാണ് മിനിമം പാസ്സാവാൻ വേണ്ടത്. ആ 210 മാർക്ക് വാങ്ങിച്ച ആ SSLC ബുക്ക് അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിലാണ് ജീവിതത്തിൽ അത് പ്രയോജനപ്പെട്ടത്. പക്ഷേ ആ ഡോക്യുമെന്റ് അതല്ലെങ്കിൽ ആ SSLC ബുക്ക് എന്നുള്ളത് അല്ലെങ്കിൽ SSLCയുടെ ആ സ്കോർ ഷീറ്റ് എന്നുള്ളത് ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അത് നിർബന്ധമായിട്ട് നമുക്ക് വേണം. അതിന് ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്ത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളത് നിർബന്ധമായിട്ട് നമ്മളത് തീരുമാനിക്കണം. ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസം നമുക്ക് 1 മാസം തികച്ചുണ്ടെന്ന് പോലും നമുക്ക് പറയാനില്ല. ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. കഷ്ടിച്ച് 4 ആഴ്ച തികച്ചില്ല, 3 ആഴ്ചയും പിന്നെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായി പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി പുസ്തകം എടുത്ത് ആദ്യം മുതൽ നമ്മൾ വായിച്ച് മുഴുവൻ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം, ഏത് തരത്തിൽ നമ്മൾ പഠിക്കണം, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്കൊരു ധാരണയുണ്ടാവണം. നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നത് നാം പഠിക്കുന്ന വിഷയങ്ങളെ നമ്മൾ 3 ഗ്രൂപ്പുകളാക്കി നമ്മൾ തിരിക്കാൻ പറഞ്ഞിരുന്നു. 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. അത് 3 ഗ്രൂപ്പുകൾ എന്തൊക്കെയാ? ഒന്ന് ഗ്രീൻ. നാം പഠിക്കുന്ന വിഷയങ്ങളെ നാം 3 ഗ്രൂപ്പുകളാക്കുന്നു. അതിലൊരു ഗ്രൂപ്പാണ് ഗ്രീൻ. രണ്ടാമത്തെ ഗ്രൂപ്പ് യെല്ലോ. മൂന്നാമത്തെ ഗ്രൂപ്പ് റെഡ്. അപ്പൊ എന്താണ് ഈ ഗ്രീനും യെല്ലോയും റെഡും നമ്മൾ അങ്ങനെ വേർതിരിക്കാനുള്ള കാരണം എന്താ? അത് മറ്റൊന്നുമല്ല, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന, നമുക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങളെ നാം ഗ്രീനിൽ ഉൾപ്പെടുത്തി. നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിൽ പോലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഈസി ആവും എന്നുള്ള വിഷയങ്ങളെ നാം യെല്ലോ എന്നുള്ള ഗ്രൂപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തി. പിന്നെ നമ്മൾ ചെയ്തതോ റെഡ് എന്നുള്ളൊരു ഗ്രൂപ്പാണ്. നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള, നമുക്ക് മനസ്സിലാവാത്ത, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വേണ്ടി വരുന്ന വിഷയങ്ങളെ നാം റെഡ് എന്നുള്ളൊരു ഗ്രൂപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തി. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രീനും യെല്ലോയും റെഡുമായിട്ട് ഗ്രൂപ്പുകളെ നമ്മൾ ഉൾപ്പെടുത്തിയത്? നമ്മളന്ന് താരതമ്യം ചെയ്യുന്നത് ട്രാഫിക് സിഗ്നലുകളുമായിട്ടാണ്. എങ്ങനെയാണോ ട്രാഫിക്കിൽ റെഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക, യെല്ലോ തയ്യാറെടുപ്പ് നടത്തുക, ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക. അപ്പൊ എന്ന പോലെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠനത്തിൽ വളരെ ഈസി ആവുന്നതിനെ ഗ്രീൻ എന്നും ബുദ്ധിമുട്ടുള്ളതിനെ യെല്ലോ എന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും, അതാണ് യെല്ലോ. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, കടുപ്പമുള്ളതിനെയാണ് നമ്മൾ റെഡിലേക്ക് മാറ്റിയത്. എന്നിട്ട് നമ്മളൊന്ന് തീരുമാനിച്ചു, ഈ റെഡ് എന്നുള്ളതിനെ നമുക്ക് കടന്ന് അതിനെ യെല്ലോ ആക്കണം, യെല്ലോനെ ഗ്രീൻ ആക്കണം. അപ്പൊ റെഡിനെ നമുക്ക് അതിലേക്ക് യെല്ലോയിലേക്ക് പോകാനായിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ ചിലപ്പോൾ ആവശ്യം വരും. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അതൊരു പക്ഷേ നമുക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. അത് നല്ല രീതിയിൽ ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ട് ഗ്രൂപ്പ് സ്റ്റഡീസ് നടത്താം. സഹായിക്കാൻ കഴിയുന്ന പാരൻസ് ആണെങ്കിൽ അവരുടെ സഹായം എടുക്കാം. അതുമല്ലെങ്കിൽ ഒരു ട്യൂഷൻ, അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് അത്തരത്തിലുള്ള ഓൺലൈനായിട്ടുള്ള സംഗതികൾ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സപ്പോർട്ടോടുകൂടി ആ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനെ യെല്ലോ ആക്കാൻ നാം ശ്രമിക്കണം. നിലവിലുള്ള യെല്ലോനെ നമുക്ക് ഗ്രീൻ ആക്കാൻ നമ്മൾ ശ്രമിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഗ്രീനുകളുടെ എണ്ണം കൂടണം, അപ്പോഴാണ് A+ന്റെ എണ്ണം കൂടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ എങ്ങനെ ടൈം ടേബിൾ ഫിക്സ് ചെയ്യണം, ഏത് തരത്തിലുള്ള ടൈം ടേബിൾ ആവണമെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇത് കൂടുതൽ ചോദ്യോത്തരങ്ങൾ ചോദിച്ച് സമയം കളയുന്നില്ല. വളരെ പറയാനുള്ള കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാം. കാരണം ഇനി ഇവിടെ നിന്നോട്ടുള്ള ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്, സമയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് വെബിനാർ ആണെങ്കിൽ പോലും നമുക്ക് വലിച്ചു നീട്ടി കുറേ സമയം കളയാൻ നമുക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കത് പറഞ്ഞു തീർക്കാം. നമ്മൾ ടൈം ടേബിളിനെ കുറിച്ച് പറഞ്ഞു. ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്
ഗ്രീൻ എന്നുള്ളതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഗ്രീൻ എന്നുള്ളതിന് എങ്ങനെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, തുടങ്ങുന്നത് ഗ്രീനിലാണ്. കാരണം നമ്മൾ വളരെ ഒരു എനർജറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ വളരെ പോസിറ്റീവ് ആവാൻ വേണ്ടി നമ്മൾ ഗ്രീനിൽ തുടങ്ങുന്നു. റെഡിന് വേണ്ടി നമ്മൾ കൂടുതൽ സമയം നമ്മൾ മാറ്റിവെക്കണം. എങ്ങനെ ഈ റെഡിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ അത് എഴുതി നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഇരുന്ന് വായിക്കേണ്ടി വരും, കൂടുതൽ നമ്മൾ റിവിഷൻ ചെയ്യേണ്ടി വരും, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ടി വരും. ഇതെല്ലാം ഈ റെഡിനെ യെല്ലോ ആക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ അതിന് കുറച്ച് സമയം കൂടുതൽ ചിലവഴിക്കണം. കാലത്ത് എഴുന്നേറ്റുടനെ തന്നെ ചിലപ്പോൾ നമ്മൾ റെഡിലേക്ക് പോയാൽ നമ്മൾ കുറേ കഴിയുമ്പം മടുത്തു പോകും. അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് തുടങ്ങേണ്ടത് അഭികാമ്യം ഗ്രീൻ ഓർ യെല്ലോ. യെല്ലോ വളരെ ടഫാണ്, അത്തരത്തിലല്ല. പക്ഷെ നമ്മൾ കാലത്ത് എഴുന്നേറ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു അരമണിക്കൂർ ടൈം ടേബിൾ ആണെങ്കിൽ ആ അരമണിക്കൂർ ടൈം ടേബിളിൽ നമ്മൾ ഈ വളരെ ഈസി ആയിട്ട് നമുക്ക് താല്പര്യമുള്ളത് അന്നാവുന്ന സമയത്ത് നമ്മൾ എക്സോസ്റ്റ് ആവില്ല. അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ റെഡിലേക്ക് പോകുന്നു. റെഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒന്ന് എക്സോസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കൂടുതൽ സമയം നമ്മൾ നിർബന്ധമായിട്ട് മാറ്റിവെക്കണം. നമ്മുടെ താല്പര്യത്തിനല്ല പ്രസക്തി, നമ്മൾ പഠിക്കുക എന്നുള്ളതിനാണ് പ്രസക്തി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു. പിന്നെ നമ്മൾ വീണ്ടും പോകുന്നത് വീണ്ടും യെല്ലോ ഓർ ഗ്രീൻ. അത്തരത്തിൽ നമ്മൾ ടൈം ടേബിൾ നമ്മൾ എപ്പോഴും നമ്മളത് സൂക്ഷിക്കണം. അപ്പം ആ ടൈം ടേബിൾ ഓരോ വ്യക്തിക്കും ഓരോ വിധത്തിലായിരിക്കും, ഓരോ വിഷയങ്ങളായിരിക്കും താല്പര്യം. പക്ഷേ എങ്കിൽ പോലും ആ വ്യക്തി ഗ്രീൻ എന്നുള്ളത് ആൾറെഡി മനസ്സിലായ കാര്യങ്ങളാണ്, പഠിച്ച കാര്യങ്ങളാണ്. ജസ്റ്റ് അതിനൊന്നും ഒന്നും നോക്കിപ്പോയാൽ മാത്രം മതി. യെല്ലോയ്ക്ക് കൂടുതൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം ഗ്രീനിനെ അപേക്ഷിച്ച്. കാരണം അതിനെ നമുക്ക് ഗ്രീൻ ആക്കാനുള്ളതാണ്. റെഡ് എന്നുള്ളത് നമുക്ക് കൂടുതൽ സമയം കൺസ്യൂം ചെയ്യുന്ന സാധനമാണ്. കാരണം അതിന് നമുക്ക് യെല്ലോ ആക്കാനുണ്ട്, യെല്ലോ ആയതിനു ശേഷം അതിനെ ഗ്രീൻ ആക്കാനുണ്ട്. ഈ 3 ആഴ്ചകൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് വേണം? വലിയൊരു ചാപ്റ്ററാണ്, നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അതിന് മുഴുവനും പഠിക്കലല്ല, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്മളൊരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഒരു ഹെഡിങ് ഉണ്ട്, ഒരു സബ് ഹെഡിങ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ അത്ര സബ് ഹെഡിങ് വൈസ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ഇൻ ടു പീസസ് എന്ന് പറയാം. നമ്മൾ ഒരുമിച്ച് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളതിനെ ബ്രേക്ക് ഇൻ ടു പീസസ്, നമ്മൾ കഷ്ണങ്ങളാക്കി എടുക്കുക എന്ന രീതി. നമുക്ക് വലിയൊരു പാറയുണ്ട്, അതിനെ ഒരുമിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പാറയെ നീക്കാനായിട്ട് അതിനെ പൊട്ടിച്ച് പല കഷ്ണങ്ങളാക്കുന്നു, എന്നിട്ട് കഷ്ണങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നു എന്ന രീതിയിൽ ആ വലിയ ചാപ്റ്ററെ കുഞ്ഞു ടോപ്പിക്സ് ആയിട്ട് നമ്മളത് ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക. അതിൻ്റെ എന്ത് വേണം, എന്നിട്ട് വെറുതെ പഠിച്ചു പോയാൽ മാത്രം പോരാ, അതിനെ ഷോർട്ട് നോട്ട്സ് ആക്കണം. നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവണം. എന്താണ് ഈ ഷോർട്ട് നോട്ട്സ്? അത് എഴുതി കുറേ സമയം പോകലല്ല, വായിച്ചു പോകുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെല്ലാം നമ്മളത് ഷോർട്ട് നോട്ട്സിലേക്ക് കൊണ്ടുവരണം. ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്നു, ഭാരതം എന്ന നമ്മുടെ ഈ മഹാരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മളൊരു എസ്സേ എഴുതണമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യ എന്നുള്ളൊരു രാജ്യം, അപ്പോൾ അത് വരുന്ന സമയത്ത് ഇന്ത്യ, ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ച സമയത്ത് ഇന്ത്യനെക്കുറിച്ച് നമ്മൾ എഴുതി. ഉടനെ അടുത്തത് വരുന്നത്, പിന്നെ നമ്മൾ അതിന് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ക്യാപിറ്റൽ നമ്മൾ നോട്ട് ചെയ്തു. പിന്നെ വരുന്നത് അതിൻ്റെ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ആ സംസ്ഥാനങ്ങളെക്കുറിച്ച് എത്ര സംസ്ഥാനങ്ങളുണ്ട് നമ്മളത് നോട്ട് ചെയ്തു. യൂണിയൻ ടെറിട്ടറിയെക്കുറിച്ച് നമ്മളൊരു ഹെഡിങ് കൊടുത്ത് എഴുതി. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിത് വരുന്ന സമയത്ത് നമുക്കത് ഓർമ്മ വേണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കേരളയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, കേരള, അതിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം, തമിഴ്നാടാണെങ്കിൽ അതിൻ്റെ തലസ്ഥാനം ചെന്നൈ. ഇത്തരത്തിൽ ഓർമ്മയിൽ വരണമെങ്കിൽ ഈ ഷോർട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ സബ് ഹെഡിങ്സിന് നമ്മളെ സഹായിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഈ സബ് ഹെഡിങ്സ് നമ്മളിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത്, ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് സാധാരണഗതിയിൽ ചിലർ ഈ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാം. വെറും പോയിന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് എക്സ്പാൻഡ് ചെയ്ത് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, ആൻസർ എഴുതുന്ന സമയത്ത് അവിടെ വലിച്ചുവാരി നമ്മൾ എഴുതുന്ന വരികൾക്കോ സെൻറ്റൻസിനോ അല്ല മാർക്ക് എന്നുള്ളത് തിരിച്ചറിയുക. നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് എഴുതുന്ന പോയിന്റ്സിനാണ് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ എത്ര പോയിന്റാണോ നമ്മൾ എഴുതുന്നത് ആ പോയിന്റ്സിനാണ് അവിടെ മാർക്ക് കിട്ടുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഈ പോയിന്റ്സുകൾ കൂടുതൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. പോയിന്റ്സിനാണ് മാർക്ക്, അതല്ലാതെ നമ്മൾ വലിച്ചുവാരി എഴുതുന്നതിലല്ല. അപ്പോൾ നമ്മളതിന് ബ്രേക്ക് ചെയ്ത് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരേ സമയത്ത് നമ്മളൊരു പഠിക്കാൻ, ഇപ്പോൾ മോർണിംഗ് അവേഴ്സിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നിർബന്ധമായും 2-3 വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. 2-3 വിഷയങ്ങൾ നിർബന്ധമായിട്ട് നമ്മളത് വായിച്ചു പോകണം. അതിനുള്ളൊരു സമയം നമുക്ക് ഉണ്ടാവണം. നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ടൈം ടേബിൾ നമ്മളത് സെറ്റ് ചെയ്യാനായിട്ട്. ആ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത ആ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് സിഗ്നലിന് സമാനമായിട്ട് ആ ഗ്രീൻ, യെല്ലോ, റെഡ് നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവണം. അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ദെൻ
ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും വളരെ പ്രധാനമാണ് നമ്മൾ റിവിഷന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകൾ, നമ്മൾ ഇതുവരെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ഓർമ്മയുണ്ട്, അത് എത്രത്തോളം നമുക്ക് മനോഹരമായിട്ട് പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടാവണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം നമ്മളതിനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് റിവിഷൻ അത്യാവശ്യമാണ്. നമ്മൾ ടൈമിലി നമുക്ക് റിവിഷൻ വേണം. കാരണം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നിലവിൽ പഠിച്ച കാര്യങ്ങളെ ഓർത്തു വെക്കുന്നത്. അത് ഒരിക്കലും താഴേക്ക് വരും. കാരണം പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷേ പഴയ കാര്യങ്ങൾ അത് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് സ്റ്റോർ ചെയ്ത് നിർത്തണമെങ്കിൽ അത് നമ്മൾ റിവിഷൻ അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ റിവിഷൻ പറയുന്നത് വീക്ക്ലി വൺസ് നിർബന്ധമായിട്ടും ഒരു റിവിഷന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സാം വരെ നമുക്ക് കഷ്ടിച്ചൊരു 4 റിവിഷൻ നടത്താനുള്ള സമയമേ ഉള്ളൂ. അതല്ല, അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ടോപ്പിക് നമ്മൾ കവർ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളൊരു അരമണിക്കൂറിൻ്റെ ഒരു ടൈം ടേബിളാണ് ഇടുന്നതെങ്കിൽ 25 മിനിറ്റ് വായിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ 5 മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. ജസ്റ്റ് ആ 5 മിനിറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് റിവൈസ് ചെയ്യണം. അതേപോലെ അടുത്ത വിഷയം പഠിക്കുന്നു, അതിൽ നിങ്ങളൊരു അരമണിക്കൂർ പഠിക്കുന്നു, അതിൽ 25 മിനിറ്റ് പഠിച്ചു, 5 മിനിറ്റ് നിങ്ങൾ റിവൈസ് ചെയ്തു. എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത് അത് നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത് ഏതാണ്, നമുക്ക് വളരെ ടഫായിട്ടുള്ള ഭാഗം ഏതാണ് എന്നുള്ളത് നിർബന്ധമായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അത് വളരെ നിർബന്ധമാണ്. കാരണം പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും, പഠിക്കുന്ന വിഷയങ്ങൾ വ്യത്യാസം ഉണ്ടാവും. കാരണം SSLC-കാർക്ക് പഠിക്കാനുള്ളതല്ല +1-കാർക്കുള്ളത്, +1-കാരിൽ തന്നെ സയൻസ് ഗ്രൂപ്പിന് പഠിക്കാനുള്ളതല്ല കൊമേഴ്സിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ എന്നുള്ളത് നിങ്ങളത് തീരുമാനിക്കുക. ഏതൊക്കെ വിഷയങ്ങൾ എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത്, ഏതൊക്കെ ടൈം ടേബിൾ, ഗ്രീൻ ഏതാവണം, യെല്ലോ ഏതാവണം, റെഡ് ആവണം എന്നെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഇനി വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് വായിച്ചു പോകുന്ന സമയത്ത് ആ വിഷയം ഒരു ചാപ്റ്റർ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വായിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മാത്രം കുറച്ച് വായിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രേക്ക് ഇൻ ടു പീസസ്, ശരിയാണ്, വലിയ ചാപ്റ്റർ നമ്മൾ പീസാക്കണം. പക്ഷേ നമ്മളൊരു പാറ നമ്മൾ പൊട്ടിച്ച് കുറേ കഷ്ണം ഇട്ടിട്ട് കാര്യമില്ല. എടുത്തുകൊണ്ട് പോകുമ്പോൾ കുറച്ച് കഷ്ണം എടുത്തിട്ട് പോയിട്ട് ബാക്കി കഷ്ണം അവിടെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ കഷ്ണവും എടുക്കണം. എന്നതുപോലെ നമ്മൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ ചാപ്റ്റർ ആണെങ്കിലും അതിന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനെ ബ്രേക്ക് ഇൻ ടു പീസസ്, ഓക്കെ, സമ്മതിച്ചു, പക്ഷേ എല്ലാ പീസിനും നമ്മൾ എടുത്തിരിക്കണം. ആ ചാപ്റ്റർ ഫുള്ളായിട്ട് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാത്രമല്ല ഹൈലൈറ്റ് കീ പോയിന്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ അതിന് ഓരോന്നിനും കീ പോയിന്റ്സ് ഉണ്ടാവും. അതിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അത് നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ആ ഭാഗങ്ങൾ, ഈ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് വെറുതെ ഒരു പേന കൊണ്ട് ഒരു അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതിന് കൂടുതൽ അതിന് ഊന്നൽ കൊടുക്കാൻ ശ്രമിക്കുക. പരീക്ഷ എഴുതുന്ന സമയത്ത് അതിന് കൂടുതൽ നമുക്ക് ഊന്നൽ കൊടുക്കാൻ പറ്റണം. അപ്പോൾ കൂടുതൽ ഊന്നൽ കൊടുക്കാൻ നമ്മളവിടെ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനം ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിലായിട്ട്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ചാപ്റ്ററുടെയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ആൻസർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. നിർബന്ധമായിട്ടും ആൻസർ ചെയ്തിരിക്കണം. അത് ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. ഏതെങ്കിലും ആൻസർ കിട്ടിയില്ല എങ്കിൽ ആ ചാപ്റ്ററിൽ എവിടെയാണ് ആ സംഗതി ഉള്ളത് അത് മനസ്സിലാക്കണം. അഥവാ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു മടിയുമില്ലാതെ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങളുടെ അധ്യാപകരുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്തിരിക്കണം. കാരണം ഈ പരീക്ഷയുടെ സമയത്ത്, ഈ സംശയങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും ദ ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ്. ഒരു സംശയമില്ല, നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മുടെ പഠന വിഷയത്തിൽ അറിയാവുന്നത് പോലെ നമുക്ക് മറ്റാർക്കും അറിയില്ല. നമ്മൾ കൃത്യമായിട്ട് അറിയുന്നത് നമ്മുടെ ടീച്ചേഴ്സിനാണ്. ടീച്ചേഴ്സിനോട് നമ്മൾ ആ സംശയങ്ങൾ ചോദിച്ച് നിർബന്ധമായിട്ടും അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതിന് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പുസ്തകത്തിലെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടാവണം. അപ്പോൾ ഇത് മാത്രമാണോ? ഒരിക്കലുമല്ല. നമ്മൾ ഈ റിവിഷൻ അത് വരുന്ന സമയത്ത് നമ്മൾ ഈ വീക്ക്ലി വൺസ് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കളക്ട് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്തിനാണ് കളക്ട് ചെയ്യുന്നത്? ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിർബന്ധമായിട്ടും ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നിർബന്ധപൂർവം നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ 2 ഗുണങ്ങളുണ്ടാവും. ഒന്ന്, ആ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്? എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ മാർക്കല്ല. അതിന് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എസ്സേ, ഇങ്ങനെ പല തരത്തിലായിരിക്കും അത് വരിക. അപ്പോൾ അത്തരത്തിൽ ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതുന്ന പോയിന്റ്സ് അത് എങ്ങനെയാവണം,
ഓരോ തവണ നമ്മൾ പരീക്ഷ എഴുതി വരുമ്പോഴും നമ്മൾ കൂടുതൽ തെളിഞ്ഞു വരും. അതിലെല്ലാം ഉപരി ടൈം മാനേജ്മെന്റ് ആണ്. കാരണം നമുക്കൊരു നിശ്ചിത സമയത്തിനകത്ത് നമുക്ക് നമ്മുടെ പരീക്ഷ എഴുതി തീർക്കണം. അങ്ങനെ ആ നിശ്ചിത സമയത്തിനകത്ത് പരീക്ഷ എഴുതി തീർക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളത് എക്സ്പീരിയൻസ് നമുക്കുണ്ടാവണം. എങ്ങനെയാണ് എക്സ്പീരിയൻസ് വേണ്ടത്? പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ ഒരു എക്സ്പീരിയൻസിലേക്ക് വരിക. അപ്പം നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ പല ഗുണങ്ങളാണ് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഒന്ന്, കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മളൊന്ന് ഫെമിലിയർ ആവും. ഒരുപക്ഷെ സമാന്തരമായിട്ട് അതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചോളുന്നില്ല, വേറെ രീതിയിൽ ചോദിച്ചാൽ പോലും നമ്മളിത് ആൻസർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അതുമായിട്ടൊരു പരിചയം വരും. രണ്ടാമത്തെ കാര്യം, നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് പരീക്ഷ എഴുതാൻ ഒരു കോൺഫിഡൻസ് വരും. ഏറ്റവും പ്രധാനമാണ് പല കുട്ടികൾക്ക് സംഭവിക്കുന്ന, അവർ കാര്യങ്ങളെല്ലാം അറിയാം, എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അറിയുന്ന കുട്ടികൾ പോലും അവസാനമാകുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് അവർക്ക് എഴുതാൻ സമയം കിട്ടാറില്ല. അപ്പോൾ അത് ആ നിശ്ചിത സമയത്തിനകത്ത് എഴുതണമെങ്കിൽ നമ്മൾ ഈ എക്സാം എഴുതി തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിന് സഹായിക്കും. മറ്റൊരു വിഷയം, ഈ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒരു പരീക്ഷയ്ക്ക് അതൊരു പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ എസ്ഐക്ക് കൊടുക്കുന്നു. ഒരുപക്ഷെ എസ്ഐ ആയിട്ട് ചോദിച്ചാൽ അതിനുവേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ചുരുക്കി എഴുതാൻ. അപ്പം ഒരേ വിഷയത്തെ നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനും അതേപോലെ തന്നെ അതിനെ ചുരുക്കി എഴുതാനുമുള്ളൊരു എക്സ്പീരിയൻസ് നമുക്കവിടെ വരും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ പഴയ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിർബന്ധമായിട്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അതുകൊണ്ടുള്ള ഈ മറ്റൊരു ഗുണം എന്താ? ഈ ഒരു മോക്ക് ടെസ്റ്റുകൾ വെച്ചാൽ ഇത്തരത്തിൽ ഈ എക്സാംസ് നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് വെറുതെ ആൻസർ നോക്കി എഴുതലല്ല, ഒരു പരീക്ഷ എഴുതുന്ന പ്രതീതിയോടുകൂടി തന്നെ നമ്മളൊരു സമയം നിശ്ചയിച്ച് നമ്മൾ എഴുതണം. അത് എഴുതുന്ന സമയത്ത് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം, നമുക്ക് നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് അത് നമ്മുടെ എക്സാം ഫിയർ കുറയ്ക്കും. നമ്മളിലുണ്ടാവുന്ന അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റി അത് കുറയ്ക്കും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇവിടെ ഓടുകയാണ്, മാനും ഓടുന്നു, പുലിയും ഓടുന്നു. നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മാനിൻ്റെ അവസ്ഥയിലല്ല, പുലിയുടെ അവസ്ഥയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ എങ്ങാനും സ്ലോ ആയി കഴിഞ്ഞാൽ ഉറപ്പാണ് അതോടുകൂടി തീർന്നു. കാരണം പല കുട്ടികളും ചിന്തിക്കുന്നത് ഈ ഒരു പബ്ലിക് എക്സാമിനെ മാൻ ഓടുന്ന രീതിയിൽ ഓടുന്നതാണ്. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പുലിയാണ്, നിങ്ങൾ പുലിക്കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും അതിനോർത്ത് ഭയക്കേണ്ടതില്ല. കാരണം ഈ പരീക്ഷ എന്നുള്ളത് എവിടെയെങ്കിലും ഒന്ന് സ്ലോ ആയി കഴിഞ്ഞു, അയ്യോ ഞാൻ സ്ലോ ആയി പോയി, അതോടുകൂടി തീർന്നു, നെവർ. പരീക്ഷ എന്നുള്ളത് നമുക്ക് എന്തറിയാമെന്ന് അറിയാനുള്ളൊരു സംവിധാനം മാത്രമാണ്. നമ്മളെ തകർക്കാനുള്ളതല്ല, അതല്ലാതെ നമ്മളെ പീഡിപ്പിക്കാനുള്ളതല്ല, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. മറിച്ചോ നമ്മൾ ഈ പ്രീവിയസ് ഇയേഴ്സ് മുൻ വർഷങ്ങളിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ, മോക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ എന്താണ് എന്ന് എവിടെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ അറിയാം, എന്തെല്ലാം അറിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കവിടെ പഠിക്കാനുള്ളൊരു അവസരം നമുക്ക് വരാം. ഇനി ഇത് പഠനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പരീക്ഷ എഴുതുന്നതെല്ലാം പറഞ്ഞു. ഇനി ഈ വിഷയങ്ങൾ ഓർത്ത് വെക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ വിഷയങ്ങൾ ഇപ്പോൾ മാത്സാണ്. മാത്സ് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ അവിടെ വരുന്നത്, മാത്സ് എന്നുള്ളതിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഇപ്പം മാത്സ് ഗ്രൂപ്പുകാരുണ്ടാവില്ല അവർക്ക് വേണ്ടി, അപ്പോൾ അവിടെ വരുന്നത് ഫോർമുലാസാണ്. നിങ്ങൾ വേണ്ടത് ഫോർമുലാസിനെ നിർബന്ധമായിട്ടും എഴുതി പഠിക്കുക. അപ്പോൾ അതിന് സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ സ്റ്റഡി റൂം ഉണ്ടെങ്കിൽ ആ സ്റ്റഡി റൂമിൽ നമ്മളൊരു പിൻ ചെയ്ത് വെക്കുക, ഒരു ചാർട്ട് ഉണ്ടാക്കുക. അതിലിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് a+b² എന്താ? a+b² ഈസ് ഈക്വൽ ടു a² + 2ab + b². ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഈ a+b² ഈസ് ഈക്വൽ ടു a² + 2ab + b². അതിൻ്റെ ഫോർമുലയാണ്. പക്ഷേ ഇത് നിർബന്ധമായിട്ടും നമ്മൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത്തരത്തിലെല്ലാം നമ്മളത് അവിടെ എഴുതി വെക്കണം. അപ്പോൾ a+b² ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്തു. ഇനി അത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് x+y² ഈസ് ഈക്വൽ ടു എന്നാണെങ്കിലോ നമുക്ക് ഈ a+b² ഈസ് ഈക്വൽ ടു അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കണം. അത് നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് വരിക. അതുപോലെ തന്നെ a-b² ഈസ് ഈക്വൽ ടു അത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഈ ചെറിയതാണെങ്കിൽ പോലും ഈ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മാത്സിൻ്റെ എല്ലാ ഫോർമുലാസും നമ്മൾ എഴുതി വെക്കണം. അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോർമുല ആദ്യം എഴുതിയിട്ടാണ് പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. നമ്മളത് പ്രോബ്ലം ചെയ്ത് ശീലിക്കുമ്പോൾ അങ്ങനെ തന്നെ എഴുതി ശീലിക്കണം. സയൻസ് ആണെന്നുണ്ടെങ്കിൽ സയൻസിന് ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അതിൻ്റെ ഡെഫിനിഷൻസ് ആണ്.
നമ്മളിപ്പോൾ സാധാരണഗതിയിൽ അത് പറയുന്നുണ്ട്, സജാതീയ ധ്രുവങ്ങൾ തമ്മിൽ വികർഷിക്കുമ്പോൾ വിജാതീയ ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ഡെഫിനിഷൻസ് ഇതേപോലെ തന്നെ ഒരു ചാർട്ടിൽ നമുക്കുണ്ടാവണം. അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എഴുതി വെക്കണം. അതുകൊണ്ടുള്ള ഗുണം എന്താ, നമ്മളത് വരുന്ന സമയത്ത് ഇത് നമ്മൾ വായിച്ച് നമ്മൾ പഠിക്കും. അപ്പം ഈ പറയുന്ന ഡെഫിനിഷൻ കൃത്യമായിട്ട് എഴുതിയാൽ തന്നെ നമ്മളവിടെ വിജയിച്ചു. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏതൊരു ആൻസറിനും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി സോഷ്യൽ സയൻസ് ആണ്. അതിൽ വരുന്ന സംഗതികൾ എന്താ, അതിൽ ഇവൻസും ഡേറ്റ്സും ആണ്. അപ്പോൾ ഇവൻസും ഡേറ്റ്സും ആയിരിക്കും അവിടെ പ്രധാനമായിട്ടും വരിക. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ സ്വാതന്ത്ര്യം എന്നുള്ള അതും അതേപോലെ തന്നെ ഈ 15th of August 1947 അത് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ആ ഇവൻറ്റും ആ ഡേറ്റും അവിടെ ഉണ്ടാവണം. അപ്പോൾ ജസ്റ്റ് ഇത് വന്നു, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പരീക്ഷയ്ക്ക് എഴുതാൻ വളരെ എളുപ്പമായിരിക്കും, പെട്ടെന്നത് ഓർമ്മയിൽ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കവിടെ എഴുതണം. ഇനി എന്ത് വേണം, ഫോർ എക്സാമ്പിൾ ഇനി അടുത്തത് ഇംഗ്ലീഷാണ്, ലാംഗ്വേജ് ആണ്. ലാംഗ്വേജുകൾ പഠിക്കുന്ന സമയം ഇംഗ്ലീഷ് ഓർ ഹിന്ദി അല്ലെങ്കിൽ മലയാളം, നമ്മൾ ഈ ലാംഗ്വേജുകൾ എഴുതുന്ന സമയത്ത് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് വളരെ പ്രധാനമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അതിൽ വരുന്നത് ഗ്രാമർ. ആ ഗ്രാമറിൻ്റെ റൂൾസും നമുക്ക് ഇതേപോലെ ചാർട്ട് പേപ്പർ എഴുതി നമുക്ക് വെക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ചാർട്ട് പേപ്പറുകളുടെ സഹായം നമ്മുടെ മുറിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത് നമുക്ക് ചുറ്റും അത്തരത്തിലുള്ള ചാർട്ട് പേപ്പറുകൾ വരുമ്പോൾ ആ ചാർട്ട് പേപ്പറുകളുടെ സഹായത്തോടുകൂടി നമുക്ക് നമ്മുടെ എക്സാംസിന് നമുക്ക് മികച്ച രീതിയിലുള്ളൊരു തയ്യാറെടുപ്പ് നടത്താം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ 3 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിക്കുന്നു. ട്രാഫിക് സിഗ്നലിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ നമ്മളിതിനെ റിവേഴ്സാ പറഞ്ഞെന്ന് മാത്രം. നമ്മളവിടെ ഗ്രീൻ എന്നുള്ളതുണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. അപ്പം ഈ ഗ്രീൻ എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പമുള്ളതാണ്. യെല്ലോ അത്രയ്ക്ക് എളുപ്പമല്ല, പക്ഷെ ഒന്ന് ശ്രമിച്ചാൽ എളുപ്പമാവും. റെഡ് എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളതാണ്. റെഡിനെ ആദ്യം യെല്ലോ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം, യെല്ലോനെ ഗ്രീൻ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കൂടുതൽ സമയം എഫേർട്ടും കൊടുത്ത് ആ റെഡിനെ യെല്ലോയിൽ നിന്നും ഗ്രീനിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ 100% സേഫായി. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അതാണ്, നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം. എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിച്ചു പോകണം. അത് ബുദ്ധിമുട്ടാണെങ്കിൽ ബ്രേക്ക് ഇൻ ടു പീസസ്, നമ്മൾ പീസസ് ആയിട്ട് നമ്മളത് പഠിക്കണം. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അതിനകത്ത് വരുന്ന ആ വിഷയങ്ങൾ നമ്മളത് വളരെ കൃത്യമായിട്ട് അത് പഠിച്ച് നമ്മളത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം. ഹൈലൈറ്റ് ചെയ്യേണ്ടതിനെ ഹൈലൈറ്റ് ചെയ്യണം, അണ്ടർലൈൻ ചെയ്ത് അതിനെ ഹൈലൈറ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ നമ്മളത് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ ടൈം മാനേജ്മെൻറ്റിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യേണ്ടത്, നമ്മളത് വളരെ പ്രധാനമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ടൈം മാനേജ് ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ സമയത്തെ വല്ലാതെ ബാധിക്കും. പിന്നെ മാത്രമല്ല ഈ ടൈം മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. ആ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സമയത്ത് പഠിക്കുമ്പോൾ 2-3 വിഷയങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത്രയും സമയം നമ്മൾ ഒരുമിച്ചിരിക്കണം. ഏറ്റവും പ്രധാനം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയം എക്സാം കഴിയുന്നത് വരെ നമ്മുടെ സമയത്ത് കൊല്ലുന്ന ഒരു ഏർപ്പാടിലേക്കും നാം പോകരുത്. നമ്മുടെ സമയത്തെ നശിപ്പിക്കുന്ന, സമയത്തെ കൊല്ലുന്ന ഒന്നിലേക്കും നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ്. ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് അവിടെ തന്നെ ഉണ്ടാവും. പരീക്ഷ കഴിഞ്ഞാലും നമുക്ക് അവരെ കാണാവുന്നതാണ്. ഇവൻറ്റ്സ് ഉണ്ടാവും, അത് പരീക്ഷ കഴിഞ്ഞാലും നമുക്ക് കാണാവുന്നതാണ്. ഇതെല്ലാം അവിടെ ഉണ്ടാവും, ഇതെല്ലാം നമുക്ക് സാധിക്കും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരീക്ഷ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കേണ്ടത് നമ്മളാണ്. നമുക്ക് വളരെ നിർബന്ധപൂർവ്വം നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷയിൽ സക്സസ്ഫുള്ളായിട്ട് പോകാൻ സാധിക്കൂ. പിന്നെ നമ്മൾ പറഞ്ഞു മാത്സിനാണെങ്കിൽ അതിൻ്റെ ഫോർമുലാസ്, അതേപോലെ തന്നെ സയൻസ് ആണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ, സോഷ്യൽ സയൻസ് ആണെങ്കിൽ ഇവൻറ്റ്സ് ആൻഡ് ഡേറ്റ്സ്, അതേപോലെ തന്നെ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഗ്രാമർ ആൻഡ് ഇറ്റ്സ് റൂൾസ്. ഇതെല്ലാം നമ്മൾ ചാർട്ട് പേപ്പറുകളിലാക്കി നമുക്ക് ചുറ്റും നമ്മൾ വെക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോഴെല്ലാം ഇത് കാണാം. ഒരു കാരണവശാലും മോക്ക് ടെസ്റ്റ് എന്നുള്ളത് ഒരു ബാധ്യതയായിട്ട് കാണരുത്. നിർബന്ധമായിട്ടും മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏത് തരത്തിലാണ് അതിൻ്റെ വരുന്നത്, അതേപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, പാരഗ്രാഫ്, അതേപോലെ തന്നെ എസ്സേ, ഇങ്ങനെ പല തരത്തിലുള്ള എല്ലാം നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ആൻസർ എഴുതാനുള്ള ഒരു കാപ്പബിലിറ്റി നമുക്ക് വരും. മാത്രമല്ല ഇത് വീണ്ടും നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളിൽ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് മികച്ച രീതിയിൽ നമുക്ക് പരീക്ഷയെ ഫേസ് ചെയ്യാൻ തീർച്ചയായിട്ടും അത് സഹായിക്കും. ഈ നമ്മൾ സാധാരണ പറയുന്ന വിദ്യാഭ്യാസ ആനയെടുക്കുന്ന പറയുന്ന പോലെ സ്ഥിരമായിട്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു ഫിയർ ഉണ്ടാവില്ല, ആൻസൈറ്റി ഉണ്ടാവില്ല. നമുക്ക് പരീക്ഷയ്ക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ എക്സാം സമയത്ത്
നിർബന്ധമായിട്ടും ഇവിടുത്തെ സമസ്ത ജീവജാലങ്ങളും രണ്ട് തരത്തിലാണ്. ഒന്ന്, പകൽ വിശ്രമിക്കുന്നവർ രാത്രി ആക്റ്റീവായിരിക്കും, രാത്രി വിശ്രമിക്കുന്നവർ പകൽ ആക്റ്റീവായിരിക്കും. അങ്ങനെയാണ് ജീവജാലങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ മനുഷ്യൻ മാത്രമാണ് വളരെ ആക്റ്റീവ് ആവുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെ ബാക്കിയെല്ലാ ജീവജാലങ്ങൾക്ക് രണ്ടായിട്ട് തിരിക്കുമ്പോൾ മനുഷ്യൻ മൂന്നായിട്ടാണ് തിരിക്കുക. അതിൽ ഒരു ഭാഗം 3/24, ഒരു ഭാഗം എന്നുള്ളത് ഉറങ്ങാനുള്ളതാണ്. നിർബന്ധമായിട്ടും കുട്ടികൾ 7 മുതൽ 8 മണിക്കൂർ നിർബന്ധമായിട്ടും ഉറങ്ങിയിട്ടുണ്ടാകും. ദാറ്റ്സ് കമ്പൽസറി. യു ഷുഡ് സ്ലീപ്പ് അറ്റ്ലീസ്റ്റ് 7 to 8 hours. ഒരു കോംപ്രമൈസും ഇല്ല, നിർബന്ധമായിട്ട് ഉറങ്ങണം. കാരണം തലച്ചോറിന് മതിയായിട്ടുള്ള വിശ്രമം അനിവാര്യമാണ്. നിങ്ങൾ പഠിക്കുന്നത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തലച്ചോറിന് വിശ്രമം വേണം. വിശ്രമമില്ലാതെ പഠിച്ചതുകൊണ്ട് എല്ലാ കാര്യം നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല ഉറക്കം വേണം. രണ്ടാമത്തത്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പഠിക്കുന്ന കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പഠനവുമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ സഹായം ചോദിക്കണം. നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സഹായം ചോദിക്കാം, ടീച്ചേഴ്സിനോട് സഹായം ചോദിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സഹായം ചോദിക്കാം. അതേപോലെ തന്നെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഹെൽപ്പുകൾ എടുക്കാം പഠനവുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നാം ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിറയെ വെള്ളം കുടിക്കണം, വിശ്രമം വേണം. അതേപോലെ തന്നെ സമയാസമയങ്ങളിൽ നമുക്കറിയാം നമുക്ക് മൂത്രം ഒഴിഞ്ഞു പോകണം. ഇതെല്ലാം ചെയ്യണം. പ്രധാനമായിട്ടും പെൺകുട്ടികളിൽ സംഭവിക്കുന്നതാണ് ഈ എക്സാമിൻ്റെ സമയത്ത് അവർക്ക് പലപ്പോഴും യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ കൊച്ചനിയത്തിമാർ പ്രത്യേകിച്ച് നിർബന്ധമായിട്ടും വെള്ളം കുടിക്കണം. പിന്നെ മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നിർബന്ധമായിട്ടും കഴിക്കണം, ഭക്ഷണം കഴിക്കണം. ഈ സമയങ്ങളിൽ പരമാവധി ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. കാരണം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ നമ്മൾ സമയത്ത് പരീക്ഷ എഴുതുന്നതിന് ബാധിക്കും. നമ്മൾ വളരെ പ്രിപ്പയർഡ് ആയിരിക്കും, പക്ഷേ എന്തെങ്കിലും സംഭവിച്ച് നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പരീക്ഷ എഴുതുന്നതിനെ ബാധിക്കരുത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഫാസ്റ്റ് ഫുഡ് അത്തരത്തിലുള്ള സംഗതികളൊക്കെ കുറച്ച് ദിവസത്തേക്ക്, ഇതൊന്നും കാലാകാലങ്ങളിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളേ അല്ല, നമ്മുടെ പരീക്ഷ കഴിയുന്നത് വരെ മാത്രമുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയാസിലൂടെയുള്ള സംഗതികൾ, നമ്മുടെ റീലിടൽ, റീൽസ് കാണൽ, ഇതിലൊന്നും തെറ്റില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് നമ്മളൊന്ന് മാറ്റിവെക്കുന്നു. നമ്മൾ പൂർണ്ണമായിട്ടും പുസ്തകത്തിൻ്റെ കൂടിയിരിക്കുന്നു. കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ നല്ല സുഹൃത്തായ, നമ്മുടെ സന്തത സഹചാരിയായിട്ടുള്ള ആ മൊബൈൽ ഫോണിനോട് പറയാം, അല്പം നീ ഒന്ന് വിശ്രമിക്കൂ, ഞാൻ അല്പം തിരക്കിലാണ്. സോ അത്തരത്തിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഏറ്റവും പ്രധാനമാണ് ടേക്ക് സ്മോൾ ബ്രേക്സ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ചെറിയൊരു ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു ബ്രേക്ക് എടുക്കുന്നു, ജസ്റ്റ് നമ്മൾ പുറത്ത് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മരങ്ങളുടെ അടുത്തുകൂടി ഒന്ന് നടക്കുക. ചെറിയൊരു നടത്തമാവാം. അടുക്കളയിൽ അമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് അമ്മ എന്ത് ചെയ്യുന്നു എന്നൊന്ന് നോക്കാം. അപ്പുറത്ത് മുത്തശ്ശി ഇരിക്കുന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ഒന്ന് വിശേഷം ചോദിക്കാനായിട്ട് പോവാം. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ചെറിയ ബ്രേക്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ചെറിയ ബ്രേക്ക് എന്ന് പറയുന്നത് പുറത്തേക്ക് പോകാൻ, ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി എടുത്തു അതൊന്നുമല്ല, മറിച്ച് നമ്മൾ അതിനകത്ത് തന്നെ ഇരുന്ന് ജസ്റ്റ് നമ്മൾ ആ ഇരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ജസ്റ്റ് ഒന്ന് മാറി വീണ്ടും നമ്മളവിടെ വന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക. നമ്മൾ ഈ മൊബൈലോ അല്ലെങ്കിൽ ലാപ്പിൽ നമ്മൾ കളിയും അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരമാവധി അതെല്ലാം കുറച്ചുകൊണ്ട് പഠനവുമായിട്ട് മുന്നോട്ട് പോവുക. വളരെ നിർബന്ധമാണ്. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. ഇത് പഠിക്കുക. കളറിൽ നിന്ന് വളരെ ഫാസ്റ്റായിട്ട് പോകാനുള്ളൊരു കാരണം, ഇന്നത്തെ ഈ സെഷൻ വളരെ പെട്ടെന്ന് തീർക്കാനുള്ളൊരു കാരണം മറ്റൊന്നും കണ്ടല്ല, സമയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ് അവിടെ നഷ്ടമാവുന്നത്. അപ്പോൾ ഇന്ന് എന്ന ദിനം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് കാണാം. ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. കഴിഞ്ഞു. ഇന്നലെ വരെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് വിഷയമല്ല, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രസക്തമാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനും പ്രസക്തിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. നമ്മളിനി അടുത്ത വെബിനാറിൽ നമുക്ക് കാണാം. അടുത്ത വെബിനാറിൽ നമ്മൾ കാണുന്ന സമയത്ത് മനസ്സിനെ റിലാക്സ് ആക്കാൻ, അതേപോലെ തന്നെ ഈ എക്സാം എഴുതുമ്പോൾ, എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അത്തരത്തിൽ അവിടെ വരാവുന്ന ആ ആങ്സൈറ്റിയൊക്കെ ഓവർകം ചെയ്യാനും, ക്വസ്റ്റ്യൻ പേപ്പറിനെ ഏത് രീതിയിൽ നമ്മൾ അഭിമുഖീകരിക്കണം, അതിൽ ഏതൊക്കെ വിധത്തിലാണ് അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് നമുക്കതിൽ ചർച്ച ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും അത് വളരെ നിങ്ങൾക്ക് ഈ പറയുന്ന സംഗതികൾ വളരെ യൂസ്ഫുൾ ആവുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്കത് ചോദിക്കാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിനുള്ള മറുപടികൾ പറയുന്നതാണ്.
ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ കൊച്ചു അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവിധത്തിലുള്ള നന്മകളും നേരുന്നു. നിങ്ങൾ പഠിക്കുന്ന വിഷയം നല്ല രീതിയിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ച്, ഓർമ്മയിലുള്ള കാര്യങ്ങൾ പരീക്ഷയിൽ എഴുതുമ്പോൾ അത് പരീക്ഷാ പേപ്പർ വാല്യൂ ചെയ്യുന്ന അധ്യാപകന് അത് ഫലിപ്പിക്കുന്ന വിധത്തിൽ എഴുതാൻ കഴിഞ്ഞ് മികച്ച മാർക്കിൽ പാസ്സായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ കോഴ്സുകളിലേക്ക് പോകാൻ അത് ഉപകരിക്കട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയും. ഒപ്പം നിങ്ങളുടെ ആ കഴിവും അതേപോലെ തന്നെ നിങ്ങളുടെ അർപ്പണബോധവും നിങ്ങളെ നല്ല വിജയം തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം എൻ്റെ പ്രാർത്ഥനയുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമസ്തേ. ബൈ.